നാം പലപ്പോഴും വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലൊരു പ്രൊഫഷണൽ വിദ്യാർത്ഥി ആ കുട്ടി പഠിക്കുന്ന ക്യാമ്പസിന്റെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണമായി പറയപ്പെടുന്നത് തൻ്റെ അധ്യാപകനിൽ നിന്ന് നേരിടേണ്ടി വന്ന വംശീയവും ജാതീയവുമായ അധിക്ഷേപങ്ങൾ കാരണമാണ് എന്നാണ്. നോക്കൂ, പ്രബുദ്ധ കേരളത്തിൽ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനിൽ നിന്ന് നേരിടേണ്ടി വന്ന ഈ രൂപത്തിലുള്ള ജാതീയ, വംശീയ, വർഗീയ അധിക്ഷേപങ്ങളിൽ മനംതൊന്ന് ആത്മഹത്യ ചെയ്യാൻ പ്രേരിതനാകുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മനുഷ്യന്റെ അഹംഭാവം എന്നുള്ളത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുടുംബത്തിന്റെ, തറവാടിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റു മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ ജാതീയമായ ശ്രേണിയുടെയൊക്കെ പേരിൽ ഒരു പ്രത്യേകമായ അഭിമാനം ഉണ്ടാവുകയും ആ അഭിമാനം ഒരു തരം അഹങ്കാരത്തിലേക്ക് വഴിവെക്കുകയും ആ അഹങ്കാരം അതിൽ ഉന്മത്തനായി പലതരം ഇതുപോലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ചൊരിയുന്ന അവസ്ഥ, അത്തരം ദുഷ്പ്രവണത വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യനിലുണ്ട്. ചില പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ സമൂഹത്തിലെ ഇത്തരം ഉന്നതകുല ജാതർ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്നവർ ഈ പ്രവാചകന്മാരോട് പറയാറുണ്ടായിരുന്നു അത്രേ, നിങ്ങളുടെ കൂടെയുള്ളത് ഈ താഴ്ന്ന വിഭാഗക്കാരല്ലേ, അധസ്ഥിതരല്ലേ, അതുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചേരുക എന്ന് ചില പ്രവാചകന്മാരോട് അവിടെ ഉണ്ടായിരുന്ന ഇത്തരം ഈ മേൽത്തട്ട് നിൽക്കുന്ന ആളുകളുടെ സംസാരം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഉള്ള ഒരായത്ത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരാറുള്ള ഒരു വചനം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി നാം സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു, നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും അതേപോലെ തന്നെ ശാഖകളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ലിതഅറഫു, ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ്. നോക്കൂ, അള്ളാഹു ഒരാണിനെയും പെണ്ണിനെയും പടക്കുന്നു, അവർ തമ്മിൽ ഇണചേരുന്നു, അതിൽ നിന്ന് മക്കളും പേരമക്കളും ശാഖോപശാഖകളുമായി ഉണ്ടായി, അങ്ങനെ ആയതാണ് മനുഷ്യ സമൂഹം. ആ മനുഷ്യർക്കിടയിൽ അള്ളാഹു ഗോത്രങ്ങൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ദേശങ്ങൾ ഉണ്ടാക്കിയത്, കുടുംബങ്ങൾ ഉണ്ടാക്കിയത്, ഇതൊക്കെ ഏതെങ്കിലും ഉയർന്നതും താഴ്ന്നതുമായ ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കി അതിൽ ഉയർന്നു നിൽക്കുന്നവർ താഴെ നിൽക്കുന്നവരുടെ മേൽ അധികാരം സ്ഥാപിക്കുവാനോ, അവരെ ആക്രമിക്കുവാനോ, അധിക്ഷേപിക്കുവാനോ, പരിഹസിക്കുവാനോ, അതിന്റെ പേരിൽ വിഭാഗീയ വിഭജന പ്രവർത്തനങ്ങൾ നടത്തുവാനോ, അവകാശ നിഷേധങ്ങൾ നടത്തുവാനോ ഒന്നുമല്ല. മറിച്ച് ലിതഅറഫു, അതൊരു തിരിച്ചറിവിന് വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്, ഒരു മേൽവിലാസം മാത്രമാണ് മനുഷ്യന്റെ കുടുംബം, അല്ലെങ്കിൽ തറവാട്, ഗോത്രം, ദേശം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ പുതിയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശത്തിന്റെ പേരിലുള്ള ആ ഉന്മാദ ദേശീയത, അതേപോലെ തന്നെ ജാതീയമായ ചിന്തകളിൽ ഉന്മത്തരായിക്കൊണ്ടുള്ള ആ രൂപത്തിലുള്ള അശ്ലീലതകൾ നമ്മൾ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നു. 2016 രോഹിത് വെമുല എന്ന് പറയുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. ആ വിദ്യാർത്ഥി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ആ കുറിപ്പിൽ പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് എൻ്റെ ജന്മം തന്നെയാണ് എന്നാണ്. എൻ്റെ ജന്മം തന്നെ മാരകമായ ഒരു അപകടമാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി, ഗവേഷണ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ ചുരുങ്ങിയ കാലം കൊണ്ട് ആ വിദ്യാർത്ഥി, ആ കുട്ടി എത്രമേൽ അവകാശ നിഷേധങ്ങൾ സഹിച്ചിട്ടുണ്ടാകും, എത്രമേൽ ജാതീയമായ അധിക്ഷേപങ്ങൾ
നേരിട്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതിന്റെ ഒരു തുടർച്ച എന്നോണം, അതല്ലെങ്കിൽ അതിന്റെ അനുരണനങ്ങൾ നമ്മൾ ഈ ഇന്ത്യയുടെ ഒക്കെ ഒരു സാഹചര്യത്തിൽ മതനിരപേക്ഷതയുടെയും സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രബുദ്ധതയുടെ ഒക്കെ ഒരു തുരുത്തായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന കേരളത്തിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിലും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞ ആയത്ത്, ആ ആയത്തിന്റെ വിശദീകരണമായി അല്ലെങ്കിൽ അതേ സാമ്യത പുലർത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയാണ്, അലാ നിങ്ങൾ അറിയണം, ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്, ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദുൻ, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. അലാ നിങ്ങൾ അറിയണം, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ, അനറബിക്ക് അറബിയേക്കാളും ഒരു മഹത്വവുമില്ല. വലാ അഹ്മറ അലാ അസ്വദ, ചുവന്നു തൊടുത്തയാൾക്ക് കറുത്ത നിറത്തിലുള്ള ആളെക്കാൾ യാതൊരുവിധ ഔന്നത്യവുമില്ല. വലാ അസ്വദ അലാ അഹ്മറ, കറുപ്പ് നിറമുള്ളവൻ ചുവന്ന നിറമുള്ളവനേക്കാളും യാതൊരുവിധ ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയിലല്ലാതെ. അപ്പോൾ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ ഒരു മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും അളക്കുന്നത് അയാളുടെ തഖ്വയുടെ ഗ്രാഫ് ഉപയോഗിച്ചാണ്. ഒരാൾ കറുത്തവനാണ്, പക്ഷേ അയാൾക്ക് ഭക്തിയുണ്ട്, ജീവിതത്തിൽ ഇസ്ലാമിക ചിട്ടകൾ വളരെ കൃത്യമായി, കണിശമായി, കർക്കശമായി അനുധാവനം ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അയാളുടെ നിറമേതായാലും, അയാളുടെ കുലമേതായാലും, കുടുംബമേതായാലും, തറവാടേതായാലും, ഗോത്രമേതായാലും, അയാൾ എത്ര താഴ്ന്ന നിലയിലുള്ള ആളാണെങ്കിലും അയാളുടെ തഖ്വയുടെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹു നോക്കുക നിങ്ങളുടെ തറവാടല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ജാതിയല്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും അളവ് പോലല്ല അള്ളാഹു അതിനു വേണ്ടി ഉപയോഗിക്കുക, നിങ്ങളുടെ തഖ്വയാണ്. അള്ളാഹുവിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ അവർ തഖ്വയുള്ളവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അള്ളാഹു ഖദ് അദ്ഹബ അൻകും, നിങ്ങളിൽ നിന്ന് അവൻ നീക്കിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു, ഉബ്ബിയത്തുൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തുണ്ടായ അഹംബോധത്തെ. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്ന് പറയുന്ന ആ ചിന്താഗതിയെ, മനോഭാവത്തെ അള്ളാഹു നീക്കിയിരിക്കുന്നു. കുടുംബ മഹിമയെ കുറിച്ച് അല്ലെങ്കിൽ കുടുംബ പരമ്പരയെ കുറിച്ച്, പരമ്പരയെ കുറിച്ചൊക്കെ വീമ്പ് പറയുന്ന ആ സംസ്കാരവും നീക്കിയിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അള്ളാഹു വിരോധിച്ചതായി അല്ലെങ്കിൽ അള്ളാഹു നീക്കിയിരിക്കുന്നതായി അവിടുന്ന് പറയാണ്. നോക്കൂ, മറ്റൊരു ഹദീസിൽ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഇന്നല്ലാഹ തആല ഖലഖ ആദമ മിൻ ഖബ്ളത്തിൻ ഖബലഹാ മിൻ ജമീഇൽ അർള്, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി ശേഖരിച്ച ഒരു പിടി മണ്ണിൽ നിന്ന് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു. എന്നിട്ടോ ഫജാഅ ബനു ആദമ അലാ ഖദരിൽ അർളി ഫജാഅ മിൻഹുൽ അഹ്മറു വൽ അബ്യദു വൽ അസ്വദു വബൈന ദാലിക, അതുകൊണ്ട് തന്നെ ആദമിന്റെ മക്കൾ ഭൗമ വൈവിധ്യത്തിന്റെ സാദൃശ്യം വഹിച്ചവരായാണ് വരുന്നത്. അഥവാ അവരിൽ കറുത്തവരുണ്ടാകും, അവരിൽ വെളുത്തവരുണ്ടാകും, അവരിൽ ഈ ചുവന്നു തൊടുത്ത ആളുകൾ ഉണ്ടാകും. ഈ നിറങ്ങളുടെ എല്ലാം ഇടയിൽ നിൽക്കുന്ന സങ്കര ഇനം നിറങ്ങളുള്ള ആളുകളും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, അവിടെ നോക്കൂ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പാട് മനുഷ്യൻ. ആ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അതിൽ വൈവിധ്യങ്ങളുണ്ട്, നിറത്തിൽ വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വലുതും മറ്റേത് താഴെയുമാണ് എന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ പരിഹസിച്ചാൽ അത് അപകടമാണ്, അത് അള്ളാഹുവിങ്കിൽ കുറ്റകരമായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ 2016 നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്ന ആളുകളുണ്ട്. വലിയ ഡിഗ്രികൾ എടുത്ത് ഡോക്ടറേറ്റ് നേടി
കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിയെ നിറത്തിന്റെ പേരിൽ പരിഹസിക്കുന്നുവെങ്കിൽ 1400 മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വചനം വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങളെ വ്യത്യസ്ത സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാകുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ളത് ഏതെങ്കിലും നിറമുള്ള ആളുകൾക്കല്ല, മറിച്ച് തഖ്വയുള്ള ആളുകൾക്കാണ് എന്ന് പറഞ്ഞതിന്റെ ആ മഹത്വം, ആ ഗൗരവം ഈ കാലത്തും ഈ 2026 നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ശോഭയോടെ തെളിഞ്ഞു നിൽക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടായാൽ, എന്തിന്റെയെങ്കിലുമൊക്കെ പേരിൽ അഹങ്കാരമുണ്ടായാൽ, ആ അഹങ്കാരം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അഹങ്കാരം? അവിടുന്ന് നിർവചിച്ചു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കലാണ്, ജനങ്ങളെ ചെറുതായി കാണലാണ്, നിസാരമായി കാണലാണ്. നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു തരം വരേണ്യബോധമുണ്ടായാൽ, ഞാൻ വലിയവനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് സത്യം സ്വീകരിക്കാനുള്ള ഒരു തടസ്സമുണ്ടാകും, ഒരു പ്രയാസമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമായി അവിടെ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ, ഇസ്ലാം വഹയ്യ് ലഭിച്ചു തുടങ്ങി, പ്രവാചകനായതിനു ശേഷം കുറച്ചു കാലം വളരെ രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം. എന്നാൽ പിന്നീട് പരസ്യ പ്രബോധനം തുടങ്ങി. അവിടെ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിലുണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന 2 തരം വിഭാഗം. ഒന്ന്, അവിടെയുള്ള ഖുറൈശികൾ അടങ്ങുന്ന ഉന്നത കുലജാതർ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യരായിരുന്നു, വിഭാഗമായിരുന്നു. മറ്റൊന്ന് അധസ്ഥിത വിഭാഗമായിരുന്നു. മക്കയിലേക്ക് പല സമയങ്ങളിൽ കുടിയേറി പാർത്തവർ, ദരിദ്രരായ ആളുകൾ, കുടുംബപരമായി താഴ്ന്നു നിൽക്കുന്ന ആളുകൾ, അവരുടെ സമൂഹത്തിന്റെ ആ ശ്രേണിയിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ. ഈ 2 വിഭാഗത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അവിടെ താഴേക്കിടയിലുള്ള ആളുകൾ, ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന, സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഈ ഇസ്ലാമിക ആദർശം അവർ കേട്ടപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ, അത് അവരുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ കൂടി സ്വാതന്ത്ര്യമായി അവര് അതിനെ നോക്കിക്കണ്ടു. ഇസ്ലാം എന്ന് പറഞ്ഞാല് അത് പരലോകത്ത് രക്ഷ നൽകുന്നതോടൊപ്പം ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ കൂടി അതിന്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും എന്നവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അടിത്തട്ടിലെ ആളുകൾ, അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗങ്ങൾ ഇസ്ലാം സ്വീകരിക്കാണ് കൂടുതലായി. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെയുള്ള സ്വഹാബിമാരെല്ലാം ആദ്യകാലങ്ങളിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാത്ത വരേണ്യ വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു ദിവസം അവരെങ്ങനെ ഇരിക്കുമ്പോ, അവരുടെ കൂടെ, റസൂലിന്റെ കൂടെ സുഹൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, അമ്മാർ റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്. ഒക്കെ അവരൊക്കെ വളരെ സാധാരണക്കാരായ, അന്നത്തെ അവരുടെ സാമൂഹ്യ ശ്രേണിയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന, താഴേക്കിടയിലുള്ള ആളുകൾ എന്ന് അവര് വിളിച്ചിരുന്ന ആളുകൾ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ ഇരിക്കാൻ. ആ സമയത്ത് അവിടെ ഈ വരേണ്യ വിഭാഗം, അത് ഉന്നത കുലജാതർ എന്ന് സ്വയം അവകാശപ്പെട്ട ആളുകൾ കുറച്ച് കടന്നു വരികയാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇവരെ ഇവിടുന്ന് മാറ്റിയാൽ, ഈ സദസ്സെന്ന് മാറ്റിയാൽ, അല്ലെങ്കിൽ അവരെ നിന്റെ ഈ വിഭാഗത്തിൽ നിന്ന് നീ പുറം തള്ളിയാൽ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും, ഈ മാർഗം ഞങ്ങൾ സ്വീകരിക്കാം എന്ന് ആ ആളുകൾ പറയുമ്പോൾ, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ അദാതി വൽ അശിയി യുരീദൂന വജ്ഹഹു. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കി രാവിലെയും വൈകുന്നേരവും ഒക്കെ അവനോട് പ്രാർത്ഥിക്കുന്ന, അവനോട് തേടുന്ന, ആരാധനകൾ നിർവഹിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ, ഈ ഉന്നത കുലജാതർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർക്ക് വേണ്ടി, അവർ നിന്റെ കൂടെ കൂടുവാൻ വേണ്ടി നീ ഇവരെ ആട്ടിയോടിക്കരുത് കേട്ടോ, നീ ഉപേക്ഷിക്കരുത് കേട്ടോ എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താക്കീത് നൽകുകയാണ്. അപ്പോൾ എത്രമാത്രം അവരുടെയൊക്കെ ഉള്ളിൽ ഇത്തരം വംശീയ അഹംബോധമുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം അഹംബോധങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ്. നിറത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ,
കുടുംബത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ ഒന്നും ശ്രേണികളായി തിരിക്കുകയും അതിൽ വലിയവരോട് ഒരു തരം സമീപനവും താഴ്ന്നവരോട് മറ്റൊരു തരം സമീപനവും പുലർത്തുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളതല്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കയിലെ ഉന്നത കുലജാതർ എന്ന് സ്വയം അവകാശപ്പെട്ട, അല്ലെങ്കിൽ വരേണ്യർ ആയി നമ്മൾ കണക്കാക്കുന്ന ഖുറൈശികളിലെ ഒരാളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖുറൈശി ആണെങ്കിലും ആ ഉയർന്ന ഗോത്രത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ആ ഗോത്രത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അപ്രാധാന്യമുള്ള അപ്രസക്തമായ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ഒരു അന്ധൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന, ഖുറൈശികൾക്കിടയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകൾ ഒരിടത്ത് വെച്ച് ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ സംസാരം റസൂലുള്ളാഹി കേൾക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, അവരുടെ വിമർശനങ്ങൾ കേൾക്കുന്നു. ആ സമയത്ത് അവിടേക്ക് ഇതൊന്നും അറിയാതെ, ഇവരിയ്ക്കുന്നതൊന്നും അറിയാതെ കടന്നു വന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. കാരണം ഇവരെപ്പോഴും കിട്ടൂല. ഈ വരേണ്യ വിഭാഗം എന്ന് പറയുന്നത് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തകർക്കാൻ സർവ്വവിധ സന്നാഹങ്ങളുമായി നടക്കുന്ന ആളുകളാണ് ഇവര്. അവരോട് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്നതേ അവർക്ക് വെറുപ്പാണ്. കാരണം താഴേക്കിടയിലുള്ള ആളുകളാണ്. അവരിയ്ക്കുന്ന ഒരു സദസ്സിൽ പോലും ഇരിക്കാൻ തയ്യാറാവാത്ത, അതൊക്കെ വലിയ പ്രശ്നമായി കാണുന്ന ആളുകളാണ് ഇവര്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നീരസമുണ്ടായി. വളരെ പ്രധാനപ്പെട്ട, ഗൗരവപ്പെട്ട, നിർണായകമായ ഒരു ചർച്ച നടക്കുമ്പോൾ അതിലേക്ക് തടസ്സമായി, ഈ ചർച്ചയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും വിധം താഴേക്കിടയിലുള്ള അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അതിന്റെ ഒരു പ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് പ്രകടിപ്പിച്ചു. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുയെ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരൂ റസൂലേ എന്ന് പറഞ്ഞു വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ രൂപത്തിൽ ഒരു അവഗണന അദ്ദേഹത്തോട് പുലർത്തി. ഇത് ഈ ഒരു അവസ്ഥ കണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരുത്തുകയാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അബസയിൽ നമ്മൾ വായിക്കുന്നത്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ, നീ അവരെ ഉപേക്ഷിച്ചുവല്ലേ, അവഗണിച്ചുവല്ലേ, നിന്റെ കൂടെ ഇരിക്കുന്ന വരേണ്യ വിഭാഗത്തെ കണ്ട് നിന്റെ അടുത്തേക്ക് വന്ന ഒരന്ധനെ, ഉപദേശം തേടി അടുത്തേക്ക് വന്ന ഒരന്ധനെ നീ അവഗണിച്ചുവല്ലേ എന്ന് അരൽപ്പം ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കാൻ, കുറ്റപ്പെടുത്താൻ, റസൂലിനെ വിമർശിക്കുന്ന, തിരുത്തുന്ന, റസൂലിന്റെ നടപടിക്രമങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തിരുത്തുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ അബസയിലെ ഈ ആദ്യ ഭാഗം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്നിനു വേണ്ടിയും ഒരു മനുഷ്യനെയും പരിഹസിക്കാൻ പാടില്ല, അവഗണിക്കുവാൻ പാടില്ല. അയാൾ എത്ര താഴ്ന്ന മനുഷ്യനാണെങ്കിലും, സാമ്പത്തികമായ ഭദ്രതയില്ലാത്തവനാണെങ്കിലും, കുടുംബപരമായി അല്ലെങ്കിൽ മറ്റെന്ത് അടിസ്ഥാനത്തിലും അയാൾ ചെറിയവനാണെങ്കിലും അയാളെ പരിഗണിക്കുക, അർഹമായ സ്ഥാനം, പരിഗണന അവർക്ക് ലഭിക്കുക എന്നത്, അവരെ പരിഹസിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയായി ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കാണാൻ, നമ്മൾ തന്നെ സൃഷ്ടിച്ച ഈ മാനദണ്ഡങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യരായി എല്ലാവരെയും അള്ളാഹുവിന്റെ സൃഷ്ടിയായി കാണാൻ, അള്ളാഹു ആദരിച്ച സൃഷ്ടി കൂടിയാണ് മനുഷ്യൻ. ആ മനുഷ്യനെ ഒരാളെയും നമ്മൾ അനാദരിക്കുവാൻ പാടില്ല എന്ന ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത മുഴുവൻ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാലിഹായ കർമ്മങ്ങളും ഞങ്ങളുടെ ആരാധനകളും നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ,
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സഹിക്കവയ്യാത്ത വേദനകൾ കൊണ്ട്, കഠിന കഠോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവേ, എല്ലാവരുടെയും രോഗങ്ങൾ, വേദനകൾ നീ ശിഫയാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അശാന്തി അനുഭവിക്കുന്ന, ശത്രുക്കളുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട്. അതാ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അവർക്ക് ക്ഷമയും പ്രതിരോധം നടത്താനുള്ള ശക്തിയും നീ നൽകണമേ റഹ്മാനെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി പരലോകത്ത് നീ സ്വർഗം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നിന്റെ ബർക്കത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക രംഗത്ത് അമിതമായ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ നീ ഞങ്ങൾക്ക് വർധനവ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, കാലാവസ്ഥയുടെ പ്രയാസങ്ങളിൽ നിന്ന്, അമിതമായ ചൂടിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഇണകളിൽ, മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.